Hello friends, welcome to 𝙑𝙤𝙀𝙬𝙀 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ UPI പേയ്മെൻറ്റ്സ് ഇപ്പോൾ റീസെൻ്റ്ലി ഫ്രാൻസിൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ന്യൂസ് നിങ്ങൾക്ക് കേട്ടിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NPCA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഫ്രാൻസിൻ്റെ ഒരു ആക്ച്വലി ഫ്രാൻസിലത്തെ ഒരു IT കമ്പനി ആയിട്ട് ടൈപ്പ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ UPI പേയ്മെൻറ്റ്സും അതായത് നമ്മുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണെന്നുള്ള നമ്മുടെ ടെക്നോളജി ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റൂപേ കാർഡ്സും നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫ്രാൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഇതുവരെയായിട്ട് നമ്മുടെ സിംഗപ്പൂർ അതേപോലെ UAE നേപ്പാളിലൊക്കെ നമ്മുടെ UPI പേയ്മെൻറ്റ്സ് അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടെക്നോളജി ബാക്കിയുള്ള കൺട്രീസിലേക്ക് വൈഡൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ നമ്മുടെ ടൂറിസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ അത് നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് UPI പേയ്മെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ റൂപേ കാർഡ് വെച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ മുമ്പ് മാസ്റ്റർ കാർഡും അതുപോലെ വിസ കാർഡൊക്കെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ റൂപേയും അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ടൂറിസ്റ്റിനും ഒക്കെ കിട്ടും മുടക്കി പോകുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ തന്നെ ഇപ്പോൾ എന്താ പറയുക പേരുണ്ട് യൂറോപ്യൻസ് ബിഗ്ഗസ്റ്റ് സ്റ്റാർട്ടപ്പ് കോൺഫറൻസ് ആയിട്ടുള്ള നമ്മുടെ വിവാടെക് 2020 ആക്ച്വലി നമ്മുടെ ഇന്ത്യ കൺട്രി ആയിട്ട് അവർ എന്നുവെച്ചാൽ ഇന്ത്യൻ കൺട്രീനെ അവരൊരു എന്താ പറയുക ബെസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് നമ്മുടെ IT ഫീൽഡിലൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക അവാർഡ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ വേൾഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്സിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ എന്തോ ഒരു കൺട്രി ആകാൻ വേണ്ടി ഇന്ത്യനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു മൂവ് തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ UPI അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ എന്തായാലും കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ UPI പേയ്മെൻറ്റ്സ് എത്ര അധികം നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എത്രയോ കോടികൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ന്യൂസ് അറിഞ്ഞത്. കറക്റ്റ് ഇപ്പോൾ ന്യൂസ് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ, പക്ഷേ ഞാൻ മറന്നുപോയി, ഞാൻ നോട്ട് ചെയ്യാനും മറന്നുപോയി, അതാണ് പണി കിട്ടിയത്. അപ്പോൾ UPI പേയ്മെൻറ്റ്സ് ഇപ്പോൾ ആക്ച്വലി ഇവർ പറയണത് നമ്മുടെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസും USA-ലുമായിട്ടൊക്കെ ഇൻ ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇതും അക്സെപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ കൺട്രീസിൽ. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഒന്നും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക IT ഫീൽഡിലും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും ഗൂഗിൾ പേ അക്സെപ്റ്റഡ് ആണ് UPI കൊണ്ടുവന്നത് തന്നെ. UPI പേയ്മെൻറ്റ്സ് തുടങ്ങിയത് ഗൂഗിൾ പേ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഫോൺ പേ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ആമസോൺ പേ. അപ്പോൾ ടാറ്റ ഇപ്പോൾ റീസെൻ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ടാറ്റ UPI. അപ്പോൾ അങ്ങനെ UPI പേയ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസിലൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെയായിട്ട് അവർ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അത്രയ്ക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ അവിടെ അങ്ങനെ അത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് നടക്കാത്തൊരു കൺട്രിയാണ്. അധികം ക്യാഷ് അല്ലെങ്കിൽ കാർഡൊക്കെയാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു NPCA-ൻ്റെ ഒരു മെയിൻ ആൾ പറഞ്ഞത് അവിടെ താമസിക്കുന്ന മെയിൻ ആളെന്ന് പറഞ്ഞത് ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവർ പറയണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ചെക്ക് കൊടുക്കാനൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ ശരിക്കും ഒരു UPI വന്നു കഴിഞ്ഞാൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും, ഈസി ആവും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മളല്ലെങ്കിൽ ക്യാഷ് എടുക്കാൻ പോകണം, അല്ലെങ്കിൽ ചെക്ക് അതില്ലെങ്കിൽ പണിയാവുന്നില്ല, നമ്മളല്ലെങ്കിൽ ATM തപ്പി പോകണം. അതിനൊക്കെ ശരിക്കൊരു മെയിനായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കൺട്രീൻ്റെ ഒരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അവിടെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തായാലും ഒരു ഹോൾ കൺട്രിക്ക് ഒരു അക്സെപ്റ്റൻസും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ് എന്തായാലും അതിൻ്റെ കൂടെ കിട്ടും ചെയ്യും. അപ്പോൾ ഒരു ഗുഡ് ന്യൂസാണ്. ആക്ച്വലി ഒരു ടെക് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എന്താ വെച്ചാൽ UPI പേയ്മെൻറ്റ്സ് മറ്റേ ഇന്ത്യയിൽ ഇപ്പോൾ നല്ല ഫേമസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും നമ്മൾ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മേജറായിട്ട് നമ്മൾ UPI ട്രാൻസാക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ടെക് ന്യൂസ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ടെക് ന്യൂസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക് ന്യൂസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊരു കമൻറ്റ് ചെയ്താണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. Instagram Facebook ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഗീവ് വീഡിയോ കാണാത്തവരേക്കാണ് നമ്മൾ 4-5 വീഡിയോ ഇട്ടിട്ടുണ്ട് ഗീവേഡിൻ്റെ TWSും ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട, കാണാനും മറക്കണ്ട. അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ചാനലിൻ്റെ നമ്പർ കാണാം. നമ്മളൊരു ഷോർട്സ് ആണ് ഇടുന്നത്, പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആണ് ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ Instagram Facebook ഫോളോ ചെയ്യാൻ മറക്കണ്ട, നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കണ്ടല്ലോ.